ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. സ്നേഹമേകീടേണമേ മനം നീറുമ്പോ സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ ആരും കാണാതെ ഞാൻ കരയുമ്പോ ആരോടും പറയാതെ ഞാനൊരുകുമ്പോൾ ദൈവമേ ആശ്രയം നീ മാത്രമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവ് നൽകുന്ന വരദാനങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചും സാമാന്യ അറിവെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് പറയുക. ഇന്നേ ദിവസം ഈ ഏൽറൂഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാം എല്ലാവരോടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബോധവാന്മാരായി തീരാനും ബോധ്യമുള്ളവരായി തീരാനും കർത്താവ് സന്ദേശം തരികയാണ്. എന്താണ് നമ്മുടെ ദുഃഖത്തിന് കാരണമെന്ന് സങ്കീർത്തനം 77:10 എഴുതി വച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ദുഃഖമുള്ളവരാണ്. നമ്മൾ കരുതുന്നത് നമ്മുടെ ദുഃഖത്തിന് കാരണം നമുക്ക് ജോലി കിട്ടാത്തതും വിവാഹ തടസ്സവും മറ്റ് പല പ്രശ്നങ്ങളാണെന്നാണ് കരുതുക. എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് സങ്കീർത്തനം 77:10 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ തിരുവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണമെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് ദാവീദ് രാജാവ് പറയുകയാണ്. അടിസ്ഥാനപരമായി നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിൻ്റെ കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടല്ലേ ഗബ്രിയേൽ ദൂതൻ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. നമ്മുടെ എല്ലാ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും അസ്വസ്ഥതകൾക്കെല്ലാം ഉത്തരമായിട്ട് ദൂതനും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായി നമ്മോട് പറയുക, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നീ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല. നീ ചിന്തിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അതാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 34 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നതാണ്. പരിശുദ്ധ അമ്മ പോലും വലിയ വേദനയോടെ ഉത്കണ്ഠയോടെ ദൂതനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധ അമ്മയുടെ സംശയത്തിന് പോലും ഉത്തരമായിട്ട് പറയുക, ദൂതൻ പറയുക, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്നാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കുന്നവരിത് കാണുന്നുണ്ട്. അവരെല്ലാവരും മനസ്സിലാക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഈ പരിശുദ്ധാത്മാവെന്നറിയാനാണ്. നമുക്ക് ആ തിരുവചന ഭാഗം ഏറ്റുപറഞ്ഞ് തന്നെ പരിശുദ്ധാത്മാവെന്നറിയാനായിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
മറിയം മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സംശയത്തിനും പ്രതിസന്ധികൾക്കും വിഷമങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് പറയുക, ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തിൻ്റെ മേൽ ആവസിക്കും. വീണ്ടും ശിഷ്യന്മാർ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പലതും ഉത്തരം കിട്ടാത്ത പല പ്രശ്നങ്ങളാണ് ദൈവസന്നിധിയിൽ അവർ അവതരിപ്പിക്കുക. അതിനുത്തരമായിട്ട് യേശു പറയുന്നത് തന്നെയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തലപ്രവർത്തനം 1-ാം അധ്യായം 6 മുതലുള്ള തിരുവചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. നമുക്ക് ആ വചനഭാഗം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഉന്നത ശക്തി വന്ന് നിറയാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവർക്ക് പരിശുദ്ധാത്മാവിനെ ആശംസിച്ച ആ വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചന ഭാഗം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങൾ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ആദിമ ക്രൈസ്തവ സമൂഹം പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിഞ്ഞത് പരിശുദ്ധാത്മാവ് കൊടുത്ത വരങ്ങളിലൂടെയും ദാനങ്ങളിലൂടെയും ഫലങ്ങളിലൂടെയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി, അത് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണെങ്കിലും ചോദ്യങ്ങളാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും നമുക്കൊരു ഉത്തരം കിട്ടുന്നൊരു അനുഭവം നമുക്ക് ലഭിക്കും. നമുക്ക് ഈ വചനം ഈ വചനഭാഗം നമുക്ക് പ്രാർത്ഥിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇരു കരങ്ങൾ ഉയർത്തി പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഉച്ചത്തിൽ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറഞ്ഞ എല്ലാ വചനത്തിന്റെ അഭിഷേകം വന്ന് നിറയട്ടെ. അത്യുന്നതന്റെ ശക്തി വന്ന് നിറയാൻ വേണ്ടി സ്തുതിക്കുന്നു. പോരാ
യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുക, ദിവികാനത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവനിലേക്ക് ആത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവവചന ശുശ്രൂഷയിൽ വന്ന് നിറയണമേ. ആരൊക്കെ എപ്പോഴൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം അവരെല്ലാം അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ ദുഃഖത്തിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാത്തതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവേ, യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ അറിയാൻ ആഗ്രഹിച്ച ദാഹത്തോടെ ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ചേൻ എല്ലാവരും. ഹല്ലേലൂയ ഹല്ലേലൂയ. അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ 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 വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവെന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. താളത്തോടെ കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ ആഗ്രഹിക്കുന്നു. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. കരമുയർത്തുന്ന സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തുന്ന സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും ഹല്ലേലൂയ. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, വീടിന്റെ 4 അതിരുകൾ, വസ്തുക്കൾ, വളർത്തുകൾ, വാഹനങ്ങൾ എല്ലാം സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബാംഗങ്ങൾ എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുന്നേ, തിരത്തെത്താ കഴുകണമേ. സകല ശുദ്രം, മന്ത്രവാദ, അഭിചാര, ഗുണോത്ര, ദുഷ്ടദോഷം, പൈശാചിക പീഡന ബാധകൾ ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മയും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശക്തിയുടെയും മധ്യസ്ഥാലും മികാറപ്പായ ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ സാന്നിധ്യത്താലും സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും കടന്നുവന്ന മാനസിക, ശാരീരിക, ആത്മീയമായുള്ള, മാനുഷികമോ പ്രാപ്തിയോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്ക 4:8, മർക്കോസ് 16:5, യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മതി വചന ശക്തിയാ സകലവിധ പ്രകൃതിക്ഷോഭം, ഇടിമിന്നൽ, നാശനഷ്ടങ്ങള്, ഉറപ്പ്, ഉദ്ദേശം, വാശി, വൈരാഗ്യം, തർക്കം, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികള്, ജടിക, ദ്രവ്യാസക്തി, കോപാസക്തി, ഭക്ഷണാസക്തി, സ്വയം ഭോഗം, സമർപ്പഭോഗം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാരം, ദുർബോധം, അഹങ്കാരം, അസൂയ, അലസത, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പനാസം, യാത്രാസം, പഠനാസം, കോടതി, സാമ്പത്തിക ബുദ്ധിമുട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരേന്ദ്രിയങ്ങൾ, ബാഹ്യേന്ദ്രിയങ്ങൾ, ചെറുതും വലുതുമായ രോഗപീഠകൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടവാടി സ്വഭാവ, വൈകാരിക രോഗങ്ങൾ, ആന്തരിക മുറിവുകൾ, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ജപമാചരണ തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങൾ, വരദാനം കിട്ടാനുള്ള തടസ്സങ്ങൾ, വന്യജീവികളുടെ, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ, അതിന്റെ പിന്നെ ബോധിക്കുന്ന പൈശാചിക അരൂപികളെ, അന്ധകാര ശക്തികളെ, സാത്താൻ ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോനെ കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശിക്കുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്നൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായും ശക്തിയായും എന്നിൽ നിറയണമേ. അഗ്നിയായും ശക്തിയായും എന്നിൽ കരങ്ങൾ ഉയർത്തിയടിച്ച്
ആവർത്തിച്ച് പാടി. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധോട് ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം വായിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ, പഠന മേഖലയിലെ തടസ്സങ്ങൾ മാറിപ്പോട്ടെ. യുവതി യുവാക്കന്മാരെ, കുഞ്ഞുമക്കളെ, മധ്യവയസ്കരെ, പ്രായമായവരെല്ലാവരെയും സമർപ്പിച്ച് സ്തുതിക്കുന്നു. കിടപ്പ് രോഗികളെ സ്തുതിക്കുന്നു. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയാനുള്ള കൃപ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ലഭിക്കട്ടെ. ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടത്തണമേ ആത്മാവേ. നല്ല നല്ല ദൈവവിളികളെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ, എല്ലാവരും സ്തുതിച്ച് ശബഹാല ബാല. അറിയാവുന്ന പോലെ ഹല്ലേലൂയ വേഗത്തിൽ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരാ, ഹാല 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 ശബഹാല ബാല 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 ബാല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ, എല്ലാവരും സ്തുതിക്കുന്നു. തൊടണമേ കർത്താവേ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് തൊടണമേ കർത്താവേ. ഹാല ബാല 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 ബാല. എല്ലാ തടസ്സങ്ങളും മാറിപ്പോട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ, ജീവിതങ്ങൾ ഏറ്റെടുക്കട്ടെ. സബഹാല കൊച്ചുകുട്ടികൾ ഏറ്റെടുക്കട്ടെ. ശബഹാല ബാല 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 ബാല. പോരാ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയുടെ തെക്കിലേക്ക് നോക്കിക്കൊണ്ട്, ദിവികാണ് ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വസ്ഥാനം തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 പറഞ്ഞ് സ്തുതിക്കുന്നു. ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ എല്ലാവരും സ്തുതിക്കുക. ഈശോ നമ്മെ സ്പർശിക്കുന്ന സമയമാണ്, അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന സമയമാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല മക്കളുടെയും പഠന തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും പഠന തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പലർക്കും പരീക്ഷയിൽ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പരീക്ഷ പേടി കർത്താവ് എടുത്ത് മാറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്തുതിക്കുന്നു. സോണിയ എന്ന പേര് തരുന്നു. സോണിയ, ആ മകളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഏകാന്തതയിലായിരിക്കുന്ന ഒരു വൃദ്ധ ദമ്പതികളെ കർത്താവ് കാണിക്കുകയാണ്. അവരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞൊരു കൈക്കുഞ്ഞിനെ കർത്താവ് ഈ സമയം സുഖപ്പെടുന്നതായിട്ട് സന്ദേശം നൽകുന്നു. ഹോർമോൺ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അമിത വണ്ണമുള്ള ഒരു പെൺകുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നാളുകളായി വിൽക്കാനിട്ടിരിക്കുന്ന ഒരു ഭവനത്തിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ടോമി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടെ ചെവി അടയുന്ന അവസ്ഥ, ചെവി വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മക്കൾ പ്രാർത്ഥിക്കട്ടെ. വെയിൽ കൊള്ളുമ്പോൾ, വെയിലേൽക്കുമ്പോഴും വേർക്കണ സമയത്തും വരുന്ന ഒരു മകളുടെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊന്തുന്ന സ്കിൻ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കുടുംബ പ്രാർത്ഥന മുടക്കരുത് എന്ന് കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കും സന്ദേശം നൽകുകയാണ്. തൈറോയിഡ് ക്യാൻസറുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചില മക്കളോട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തരുത് എന്ന സന്ദേശം തരുന്നു. വിവിധ നേർച്ചകൾ നേർന്നിട്ട് അത് നിറവേറ്റാത്ത മക്കളോട് നേർച്ച നിറവേറ്റാൻ കർത്താവ് സന്ദേശം തരുന്നു. ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിലായിരിക്കുന്ന ഒരു രോഗിയെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുക. ചൂടുവെള്ളം ദേഹത്ത് വീണ് പൊള്ളലേറ്റ ഒരു കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. വരാപ്പുഴ ഭാഗത്തു നിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ്റെ ജോലി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന വീട്ടിലെ പശുക്കളുള്ളൊരു സഹോദരിയുടെ ഭർത്താവിൻ്റെ രോഗാവസ്ഥ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ അലർജി വരുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ചിതൽ ശല്യം, 2 ഭവനങ്ങളിൽ നിന്ന് ചിതൽ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി സ്തുതിക്കുന്നു. ശക്തമായി സ്തുതിക്കുക. 2 തവണ OET എക്സാം എഴുതിയിട്ട് പരാജയപ്പെട്ട ഒരു മകൾക്ക് 3ാമത്തെ പരിശ്രമത്തിൽ വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. കയ്യിൽ തൊലി പോകുന്ന സ്കിൻ അലർജിയുള്ള
ഒരു മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവേദന, കൈ മടക്കാനോ തിരിക്കാനോ പറ്റാത്ത അവസ്ഥ, കർത്താവ് ഒരാൾക്ക് രോഗശാന്തി നൽകി അനുഗ്രഹിക്കുന്നു. റിനി എന്ന മകളെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഷിയാരിയ. ഗുരുവായൂർ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. സോപ്പിൻ്റെ അലർജി ഉള്ളവരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിക്ക് എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഷിയാരിയ. പള്ളിയിൽ പോകാത്ത വലിയൊരു സമൂഹത്തെ തന്നെ കർത്താവ് കാണിക്കുന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോകാത്ത മക്കൾ പള്ളിയിൽ പോയി പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ നൽകി ചിലരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഷിയാരിയ. വായിൽ നിന്ന് ഉമിനീര് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ ഉമിനീര് ഒലിച്ചിറങ്ങുന്ന അവസ്ഥ, അത് കർത്താവ് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല മക്കളും നിറയപ്പെടുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നു. ഷിയാരിയ. 91-ാം സങ്കീർത്തനം എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് സന്ദേശം തരികയാണ്. ആണിരോഗമുള്ളൊരു വ്യക്തിയെ കർത്താവ് ആണിരോഗമുള്ളവർ പ്രാർത്ഥിക്കുക, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പലർക്കും ക്ഷമിക്കാനുള്ള ക്രമം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഷിയാരിയ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് കർത്താവ് പലർക്കും അനുഭവം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് ജാൻസി ആൻഡോ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് ഞങ്ങളുടെ വീട്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം മോൾക്ക് വിശേഷമായിരുന്നു. 2 അബോർഷനായി. പിന്നെ കുറേ ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ചു. എന്നിട്ട് പിന്നെ വിശേഷമൊന്നും ആകുന്നില്ലായിരുന്നു. അങ്ങനെ എറണാകുളത്തൊരു ഡോക്ടർ, ഫേമസ് ആയ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ ഏരിയ പോയാൽ ഒരുവിധം പോകുന്ന എല്ലാവർക്കും തന്നെ കുട്ടികളാകുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ എൻ്റെ മക്കളും ആ ഡോക്ടറുടെ ഏരിയ പോയി. അവിടെ പോയി ടെസ്റ്റുകളൊക്കെ നടത്തി. ആ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും ചെറുപ്രായമല്ലേ, അപ്പോൾ എത്രയും പെട്ടെന്ന് IVF ചെയ്തോളൂ. IVF ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകും. അതുകൊണ്ട് IVF ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കൾ തിരിച്ച് വീട്ടിൽ വന്ന് എന്നോടും എൻ്റെ ഹസ്ബൻഡിനോടും ഇങ്ങനെ പറഞ്ഞു, IVF ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, നമ്മൾക്കൊരു 3 മാസം എന്തായാലും വെയിറ്റ് ചെയ്യൂ. ഈ ഒരു 3 മാസം നമുക്കെല്ലാവർക്കും അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിച്ച് ആ 3 മാസം കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത്ഭുത ജപമാല കണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2022 ഒക്ടോബർ മാസം അത്ഭുത ജപമാലയിൽ ആരാധനയുടെ ഇടയിൽ റാഫേലച്ചൻ വിളിച്ചു പറഞ്ഞു, ശാലു എന്ന് വിളിക്കുന്ന ശാലിനീനെ ഈശോ തൊട്ട് അനുഗ്രഹിക്കണമെന്ന്. ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു അത് ഞങ്ങളുടെ മോള് തന്നെയാണെന്ന്. കാരണം ഞങ്ങളുടെ മോളുടെ പേര് ശാലിനി എന്നാണ്, ഞങ്ങൾ അവളെ വിളിക്കുന്നത് ശാലു എന്നാണ്. അപ്പം ഞങ്ങൾക്ക് ഉറച്ച് വിശ്വാസമായി അത് ഞങ്ങളുടെ മോള് തന്നെയാണെന്നുള്ളത്. അങ്ങനെ പിറ്റത്തെ മാസം 2022 നവംബറിൽ മോൾക്ക് വിശേഷമായി. 2023 ഓഗസ്റ്റ് 1-ാം തീയതി ഞങ്ങൾക്ക് ഒരു മോളെ നൽകി. എൻ്റെ മക്കളേനെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈശോ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് അത്ഭുത ജപമാല കാണാൻ ഇടയായ സാഹചര്യം, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, എല്ലാ ചൊവ്വാഴ്ചയും അത്ഭുത ജപമാലയുണ്ട്, അപ്പോൾ നിങ്ങളത് കുടുംബസമേതം കാണണം, കണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ തല്ലുകൂടിയിരിക്കുകയായിരുന്നു. ഭയങ്കര അടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയായിട്ട് കുറേ നാളായിട്ട് ഞങ്ങൾ പിണക്കത്തിലായിരുന്നു. അപ്പോൾ പിണങ്ങിയതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലും കുറേ അസ്വസ്ഥതകൾ വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഫ്രണ്ടിന് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ അത്ഭുത ജപമാല ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് കണ്ട് പ്രാർത്ഥിക്കാം, പക്ഷെ ഒരു കാര്യം, അച്ഛൻ ഇന്ന് എൻ്റെ പേര് വിളിച്ച് പറയണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനിത് വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് 7:30 തന്നെ ഇരുന്നു. 7:30 ആയപ്പം അത്ഭുത ജപമാല തുടങ്ങി. അങ്ങനെ ജപമാലയുടെ 2ാമത്തെ രഹസ്യം കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ജാൻസി എന്ന മോളോട് തെറ്റ് തിരുത്തി കർത്താവിലേക്ക് തിരിച്ചു വരാനാണ് പറയണതെന്ന്. ആ സമയത്ത് എനിക്ക് എൻ്റെ ശരീരം ഫുള്ള് കുളിര് കോരി, അതുപോലെ എൻ്റെ മേല് ഫുള്ള് വിയർത്തൊഴുകി. എനിക്ക് ഭയങ്കര ഒരു വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു. ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. വഴി എനിക്ക് മനസ്സിലായത് ഞാൻ തന്നെയാണ് എൻ്റെ ഞാൻ ഈശോയെ പരീക്ഷിക്കുകയാണല്ലോ ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ വേദനപ്പെടുത്തി. അങ്ങനെ ഞാൻ പിറ്റത്തെ ദിവസം തന്നെ ഞങ്ങൾ ആ ഫ്രണ്ടിനെ പോയി കണ്ടു, ആളോട് സംസാരിച്ചു. ആൾക്ക് ഞങ്ങളോട് അത്ര വലിയ കാര്യമായിട്ടുള്ള പിണക്കമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾക്കായിരുന്നു. അങ്ങനെ ഫ്രണ്ടുമായിട്ടുള്ള പണ്ടത്തെ പോലെ തന്നെ
സന്തോഷത്തോടെ അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് വീട്ടിലുണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളും മാറി പണ്ടത്തെ പോലെ തന്നെ സന്തോഷത്തോടെ ഞങ്ങൾ പോകാൻ തുടങ്ങി. ഈ അത്ഭുതം തന്ന ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ കേട്ടല്ലോ, അതിമനോഹരമായൊരു സാക്ഷ്യമാണ് നമ്മൾ ഈ സമയം കേട്ടത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഈ അത്ഭുതങ്ങളുടെ ജപമാല എന്ന പേരുള്ള ശുശ്രൂഷയിലൂടെ ആ മക്കൾക്ക് ലഭിക്കുമ്പോഴാണ് ഇത് രണ്ടും സംഭവിക്കുക. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതല്ലേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തിൻ്റെ മേൽ ആവസിക്കും, ആകിയാ ജനിക്കാൻ പോകുന്ന ശിശു. അപ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധ മറിയം ഗർഭം ധരിച്ചത്. അതുപോലെ ശാലു എന്ന് വിളിക്കപ്പെടുന്ന ശാലിനി ഈ അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ, പ്രത്യേകത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ ഇടപെടൽ മൂലം വലിയ രോഗശാന്തി ആ മകൾക്കും ഈ അമ്മയ്ക്കാണെങ്കിൽ ക്ഷമിക്കാനുള്ള വലിയ കൃപയും ലഭിക്കുകയാണ്. വലിയൊരു സാക്ഷ്യമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ അത്ഭുതമാലയിലൊക്കെ നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയ സൗഖ്യങ്ങൾ, അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്തി ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവെന്നറിയാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാണി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായി